പന്മനമനയിൽ SBVS ഗവൺമെന്റ് HSS സ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ സമ്മർ ക്യാമ്പ് ആരംഭിച്ചു. യോദ്ധാവ് 2025 എന്ന പേരിൽ 3 ദിവസമായാണ് ക്യാമ്പ് നടക്കുന്നത്. ട്രാഫിക് ബോധവൽക്കരണം, ചിത്രകലാ പഠനം, കുട്ടികളിലെ ഡിജിറ്റൽ അഡിക്ഷനെതിരെ രക്ഷകർത്താക്കൾക്കുള്ള ബോധവൽക്കരണം, വ്യക്തിത്വ വികസനം, നാടൻപാട്ട് ശില്പശാല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പന്മനമനയിൽ SBVS ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ 3 ദിവസത്തെ സമ്മർ ക്യാമ്പിന് തുടക്കമായത്. കരുനാഗപ്പള്ളി എക്സൈസ് ഇൻസ്പെക്ടർ അനിൽകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്യാമ്പിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണം, ലഹരിവിരുദ്ധ റാലി എന്നിവയും നടത്തി. വലിയത്ത് ജംഗ്ഷനിൽ ചേർന്ന ലഹരിവിരുദ്ധ യോഗം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ നടത്തുന്ന പോരാട്ടം വളരെ വലുതാണ്. ഒരു സമൂഹത്തെ, ഒരു തലമുറയെ നയിക്കാൻ, പ്രകാശപൂരിതമായി നയിക്കാൻ, ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തോടെ നയിക്കാൻ നല്ല മനസ്സുള്ള, നല്ല വ്യക്തതയുള്ള, സ്പഷ്ടതയുള്ള, സ്ഫടികതുല്യമായ ബോധ്യമുള്ള ഒരു തലമുറയായി മാറ്റാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളാണ് മാതൃകയാകേണ്ടത്. നിങ്ങളാണ് സഹജീവികളെ ചേർത്ത് പിടിക്കേണ്ടത്. മാതൃകയായി പ്രവർത്തിക്കുന്ന ഒരു വലിയ സംഘടനയാണ് SPC. ഭാരതത്തിനാകെ മാതൃകയായി കേരളത്തിലെ SPC മാറിക്കഴിഞ്ഞു. നമ്മുടെ ചട്ടമ്പി സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട മഹത്തായ ചടങ്ങ് നടക്കുന്നതോടനുബന്ധിച്ചുള്ള ഈ സ്ഥലത്ത് തന്നെ ഇങ്ങനെ സംഘടിപ്പിച്ചിട്ടുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് തുടർന്ന് കേഡറ്റുകൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. പ്രതീകാത്മകമായി ലഹരിക്കെതിരെ ദീപം തെളിച്ചു. പ്രഥമാധ്യാപിക ഗംഗാദേവി, PTA പ്രസിഡന്റ് അജി, വൈസ് പ്രസിഡന്റ് ആനന്ദ, SMC ചെയർമാൻ പന്മനമഞ്ച്, വൈസ് ചെയർമാൻ നാസർ തേവലക്കര, സ്റ്റാഫ് സെക്രട്ടറി ശിഹാബുദ്ദീൻ കുഞ്ഞ്, ഡ്രിൽ ഇൻസ്ട്രക്ടർ സുജിൻ, അധ്യാപകരായ ഷൈൻകുമാർ, ജസീല എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.